അതിൽ നമുക്ക് ഗീ ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ ചുറ്റിനും. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നല്ല അടി കട്ടിയുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗീ 2 ടേബിൾ സ്പൂൺ അതിലധികമോ ചേർക്കാം, കാരണം അടി പിടിക്കാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിലും വെച്ച് കൊടുത്തേച്ചാൽ നമുക്ക് അടി പിടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിനുള്ളിൽ നമ്മളിത് പൊക്കി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങ് താന്നു പോകും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് പൊക്കി നോക്കിയിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു സ്റ്റിക്കുമ്പോൾ പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏത്തപ്പഴം വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് ചെയ്തിട്ടില്ല, ചെറുപഴം തന്നെ വെച്ചിട്ട് വേണം അത് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. മറ്റു റെസിപ്പിയായിട്ട് നമുക്ക് കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.